ആണ് ആളെന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. ഓഫ്കോഴ്സ് ആൾ സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഈ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. 790 പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിച്ചു. ആ ടെസ്റ്റ് ആണ് പെയിൻ ടെസ്റ്റ്. ഞാൻ പെയിൻ ടെസ്റ്റ് നടത്താൻ വേണ്ടി ആളെ ത്രെഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ കുട്ടികളെന്ന് പറഞ്ഞ് കുറേ ഇടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നെ പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടിയാലും അവർ പറയുന്നത് ഇത് പുതിയ തലമുറയാണ്, അവർക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, എന്നാണ് കുഴപ്പം എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷേങ്കിൽ എത്ര തലമുറയായെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ അഭിമാനം എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് പെൺപിള്ളേർക്ക് എന്നതും സോഷ്യൽ മീഡിയ വന്ന് കാണിക്കുക എന്നുള്ളത് അവർക്കൊരു ഹോബി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നീട് അവരുടെ ലൈഫിനെ പറ്റിയോ അതിനെപ്പറ്റി ഒന്നും അവർക്ക് ചിന്തയില്ല. അന്നേരം നടന്നു പോകുന്ന കാര്യങ്ങൾ അത്രയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ആപ്പുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് ആപ്പ്, മറ്റത് കുറച്ച് അതൊക്കെ ആപ്പുകളുണ്ട്, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത സൈസ്. അങ്ങനെ ഒരു ആപ്പാണ് ടിൻഡർ ആപ്പ് എന്ന് പറഞ്ഞ്. അങ്ങനെ ഏതോ ഒരു ആപ്പ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല. അങ്ങനെ ഏതോ ഒരു ആപ്പാണ്. ആ ആപ്പിനകത്ത് വന്ന് പരിചയപ്പെട്ട ഒരു പയ്യനുമായിട്ട് ഒരു പെങ്കൊച്ച് ഒരു ദിവസത്തെ അവരുടെ ഓരോ രീതി, അതിനെ ഈ ചെറുക്കനെ ടെസ്റ്റ് ചെയ്യുക. ഇവനെ ഓരോരോ ടെസ്റ്റുകൾ ചെയ്ത് ബോയ് ഫ്രണ്ട് ആക്കാൻ കൊള്ളുമോ എന്നുള്ളൊരു ടെസ്റ്റാണ് ഈ പെങ്കൊച്ചി ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വീട്ടിലുള്ളവർ കാണുന്നോ അല്ലെങ്കിൽ നാട്ടുകാർ കാണുന്നോ എന്നൊന്നും അതിന് ചിന്തയില്ലെന്ന് തോന്നുന്നു. ഒരു ദിവസം കേട്ടോ, പല ദിവസങ്ങളാണ് ഇതിനെ ടെസ്റ്റിനാന്ന് പറഞ്ഞ് ചെറുക്കൻ്റെ കൂടെ പോകുന്നത്. അത് എല്ലാം വീഡിയോ എടുത്ത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നുമുണ്ട്. ഓരോ കാര്യങ്ങൾ അവരവിടെ പോയി ഇവിടെ പോയി ഫുഡ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഓരോ ദിവസം ഓരോ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഇതൊന്നും കണ്ട് മറ്റുള്ളവരൊന്നും മാതൃകയാക്കണ്ട കേട്ടോ. ഒരു തമാശയായിട്ടും പിന്നെ കുറച്ചൊക്കെ ഇതിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത്. ഇതിൽ പേരൻസാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളെക്കാൾ കൂടുതൽ പേരൻസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ ബോയ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക, അതൊക്കെ സ്വാഭാവികം, നമുക്ക് മനസ്സിലാക്കാം. അവരെ മനസ്സിലാക്കാൻ വേണ്ടി അവരുമായിട്ട് കുറേ നേരം സംസാരിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഇച്ചിരി ഓവറല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. അതിനേക്കാൾ വലിയ രസം എന്ന് വെച്ചാൽ ഇതുപോലൊരു മൊണ്ണ ചെറുക്കനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെയാണോ കെയറിങ് എന്ന് പറയുന്നത്? ഇതൊക്കെയാണോ ഒരു ബോയ് ഫ്രണ്ട് ആകാനുള്ള ക്വാളിറ്റികൾ? ഇതൊക്കെയാണോ ഇവരുടെ ജീവിതത്തിൽ? ഇതൊക്കെയാണ് ബോയ് ഫ്രണ്ട് ആകാനുള്ള ക്വാളിറ്റി. ഇപ്പോഴത്തെ തലമുറ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെയാണ് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ ഈ വിവാഹം കഴിഞ്ഞ് വല്ല ഞാൻ കഴിക്കുന്നതിന് വല്ല പണിക്ക് പോവുക, അതൊന്നും അല്ല അവരുടെ കണ്ടുപിടുത്തങ്ങൾ. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കെയറിങ് ആണ്. എട്ടായിയുടെ കെയറിങ് നമുക്കൊന്ന് കണ്ടു നോക്കാവേ. ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ടിൻഡറിന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പോയപ്പോൾ ആള് ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബിക്കോസ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. ഫസ്റ്റ് ഫീഡിങ് ടെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിങ് ആയിരുന്നു. ആൾ അതും പാസ്സായി ടെസ്റ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ വിത്ത് ഈഗോ ടെസ്റ്റിന് മാത്രമല്ല കേട്ടോ പുള്ളിക്കാരി 10 കൊടുത്തത്. 10ലാണ് മാർക്ക് വെച്ചേക്കുന്നത്. 10 കൊടുത്തിട്ടുണ്ട് ഈഗോ ടെസ്റ്റിന്. ഈഗോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ അവിടെ കാലിൽ ചെരുപ്പിട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് പുള്ളിക്കാരി ഈഗോ ടെസ്റ്റ് ആയിട്ട് കണ്ടേക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഒരു റിയാലിറ്റി ഷോയിൽ പോലും കാണുകയല്ല ഇതിന് മാത്രം ടെസ്റ്റുകൾ. സാധാരണ നമ്മൾ ഇങ്ങനെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ലൈസൻസ് എടുക്കാൻ പോകുന്നതിന് അതിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, പിന്നെ അങ്ങനെ പലതും ടെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഓരോന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പല ടെസ്റ്റുകൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളല്ലാതെ യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അങ്ങനെ പലത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ടെസ്റ്റ് ആയി കേട്ടോ. ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ അപൂർവങ്ങളിൽ നമുക്ക് കാണാൻ കിട്ടത്തുള്ളൂ. ഇതൊക്കെ കണ്ടുപിടിച്ച പെങ്കുച്ചിൻ്റെ തലയുണ്ടല്ലോ, ശകലം പോലും വെയിൽ കൊള്ളിക്കരുത്. നമുക്ക് ബാക്കി നോക്കാം. ബാക്കിയെല്ലാം 9.5 അങ്ങനെയൊക്കെയാണ് പോയിന്റ് കൊടുത്തേക്കുന്നത്. ഇത് ചെരുപ്പ് ഊരിപ്പോയത് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അത് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ബാക്കി ടെസ്റ്റുകൾ എന്നതൊക്കെയാണെന്നുള്ളത് കൂടെ ഒന്ന് നോക്കാം. ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റും ആൾ അങ്ങനെ പാസ്സായി. അതും പാസ്സായിട്ട് 9.5 കൊടുത്തുള്ളൂ കേട്ടോ 10. എൻ്റെ പൊന്നു വെച്ച് അവൻ മുതലെടുക്കുക. നിനക്കത് മനസ്സിലായില്ലേ? ഇത് കയറിയൊന്നുമല്ല. ആ കൈ വിട്ടു പോയതിന് ആ കൈ വീണ്ടും പിടിക്കാനൊരു അവസരം കിട്ടിയതാണ് അവൻ നോക്കിയത്. അതും പുള്ളിക്കാരി ഭയങ്കര ഒരു മഹത്തമായിട്ട് കണ്ടു കേട്ടോ. അതിന് 9.5 മാർക്ക് കൊടുത്തിട്ടുണ്ട് 10. ഒരു 5 മാർക്ക് കൂടെ കൊടുക്കാറുണ്ട്. 10 കൊടുക്കാറുണ്ട്. കാര്യം 2-3 വട്ടം കൈ വിട്ടു പോയപ്പോഴും വീണ്ടും കൈ പിടിക്കാനല്ലേ നോക്കിയത്. അങ്ങനെ ആ ടെസ്റ്റ് കൊണ്ടും തീർന്നിട്ടൊന്നുമില്ല. വീണ്ടും ടെസ്റ്റുകളുണ്ട്. അടുത്ത ടെസ്റ്റ് പുള്ളിക്കാരി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും പുള്ളിക്കാരി ഞാൻ പറഞ്ഞില്ല, ഒരു പ്രാവശ്യമൊന്നുമില്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യമാണ് പുള്ളിക്കാരനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടെ പോയേക്കുന്നത്. പുള്ളിക്കാരനല്ല, ഒരു കൊച്ചു പയ്യനാണ് കേട്ടോ. Come with me for a Tinder date gone wrong. So last 2 വീഡിയോസിൽ ഞാൻ ടിൻഡറിന് പരിചയപ്പെട്ട ഒരു ബോയുടെ കൂടെ ഡേറ്റിന് പോയതായി കണ്ടു. ആൻഡ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. സോ ഈ വട്ടം ഞാൻ ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് അറിയാനോ ആളുടെ മനസ്സിൽ എന്താ അറിയാൻ കുറച്ച് ശ്രമങ്ങൾ നടത്തി. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. ആളിനെ അത് ഫീഡ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആളുടെ ടെസ്റ്റും പാസ്സായി. ആൾ പിന്നെ ഫുൾ ടൈം എന്റെ ബാഗ് ക്യാരി ചെയ്യുക. ആ ടെസ്റ്റും പാസ്സായി. അതുകൊണ്ട് നമ്മൾ ലുലു മോളിൽ പോയിട്ട് അവിടെ ഇത് പുള്ളിക്കാരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഫുഡ് അടിക്കാന്ന് മാത്രമാണ് തോന്നുന്നു കേട്ടോ. ഫുഡ് അടിക്കുക, ഈ പയ്യനെ കൊണ്ട് പോകുക, ഫുഡ് അടിക്കുക, ഇത് മാത്രമാണ് പുള്ളിക്കാരുടെ ഉദ്ദേശം. എന്നും വരിക, ഫുഡ് അടിക്കുക, കടയിൽ നിന്ന് മേടിക്കുക, അത് കഴിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെയാണ് പുള്ളിക്കാരുടെ ടെസ്റ്റ്. എനിക്കൊന്ന് പുള്ളിക്കാരിക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതിന് വേണ്ടി ഞാൻ തോന്നുന്നു ഇതിന് കമ്പനി കൂടി ഇങ്ങനെ വന്നിരിക്കുന്നത്. കാര്യം പൈസ ചിലവില്ലല്ലോ. എട്ടായി മുടക്കിക്കോളൂല്ലോ. എട്ടായിയെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ പിന്നെ ഏട്ടായിക്ക് പൈസ മുടക്കിയല്ലേ പറ്റുള്ളൂ. ഏട്ടായിയുടെ പോക്കറ്റ് കീറുതരം വരെ ഏട്ടായിയെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ബാഗൊക്കെ കൊണ്ടുവന്ന് ബാഗ് മേടിച്ച് പിടിച്ചു. അതോടെ വെച്ച് അതൊക്കെയാണ് പുള്ളിക്കാരി ഭയങ്കര
ടെസ്റ്റായിട്ടൊക്കെ എടുത്തേക്കുന്നത്. അവിടെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഈ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. 799 ഈച്ച് ആണ്. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമായി. ഇത് ഫസ്റ്റ് റെഡ് വൺ ആണ് ആൻഡ് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിരുന്നു. എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടമായി. ഐ വാസ് വെരി കൺഫ്യൂസ്ഡ് ആൻഡ് അവസാനം ഞാൻ റെഡ് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് അതിന് സർപ്രൈസ് ചെയ്ത് ഒരു 3 ആൾ വെയിറ്റ് ചെയ്തു. ആളെ ലിറ്ററലി ബ്ലാക്ക് എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നു. ആൻഡ് 2 ഡ്രസ്സ്, ഒരു ഡ്രസ്സ് എടുത്ത് അത് വെച്ച് പുള്ളിക്കാരി ടെസ്റ്റ് ചെയ്ത് നോക്കി. ഈ 2 മുന്നിൽ ഇട്ടുകൊണ്ട് വന്ന് കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് 2 പുള്ളിക്കാർക്ക് ഇഷ്ടമുള്ളതെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അവിടെ ഫ്രീ ആയിട്ട് 2 ജോഡി ഡ്രസ്സ് കിട്ടി. പൊട്ടൻ അതും മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇനി അടുത്തത് ബേക്കറിലോട്ടാണ് കയറുന്നത്. അതാണ് രസം കേട്ടോ. ഈ ബേക്കറി കയറുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. ആ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. 1500 ആ ഷോപ്പിംഗ് ടെസ്റ്റും ഒരാൾ പാസ്സായി. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് ആൾക്കറിയാം. അവിടെ ആൾ ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നു. വിച്ച് വാസ് അഗൈൻ ചോക്ലേറ്റ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആൾ എനിക്ക് ബർഗർ മേടിച്ചു തന്നു. 110 rupees. ഫുഡ് ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ടെസ്റ്റ് ആണ്. ഈ ആൾ എനിക്ക് വേണ്ടി 0 sugar ആണ് ചൂസ് ചെയ്തത്. ഹെൽത്ത് ടെസ്റ്റ് പാസ്സായി. സ്പ്രൈറ്റാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് ടെസ്റ്റാണ്. സ്പ്രൈറ്റ് കുടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഹെൽത്തിന് നല്ലതാണല്ലോ. പിന്നെ ബാക്കിയൊക്കെ പുള്ളിക്കാർക്ക് എടുത്തു കൊടുത്ത കേക്കും എല്ലാം പിന്നെ പാവയ്ക്ക ജ്യൂസിൽ ഉണ്ടാക്കിയതാണല്ലോ. അതുകൊണ്ട് പിന്നെ ഷുഗർ ഇല്ലല്ലോ അതിനകത്തൊന്നും. ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ ടെസ്റ്റുകൾ. ഇത് ഞാൻ പറഞ്ഞില്ലേ, തിന്നാനുള്ളൊരു കാരണം അത്രേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്തോ തിന്നാൻ ആർത്തി മൂത്ത് നടത്താൻ കണ്ടാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടി. അതിനെ ബോയ് ഫ്രണ്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ഫുഡെല്ലാം കയ്യിലേക്ക് വരുമല്ലോ. എന്നതെല്ലാമാണ് വാങ്ങിച്ച് കൂട്ടുന്നത്. ഇതൊക്കെ എപ്പോൾ തിന്ന് തീർക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ദിവസം പോയി നടക്കുന്ന ടെസ്റ്റുകളാണ് ഈ കാണിക്കുന്നത്. ഇത് വീണ്ടും രണ്ടാമത് പോയേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ആദ്യം പുള്ളിക്കാരി കെയറിങ്ങിനെയാണ് നോക്കിയത്. പിന്നെ ബോയ് ഫ്രണ്ട് ആകാൻ പറ്റുമെന്നാണ് നോക്കിയത്. അങ്ങനെ ഓരോരോ ടെസ്റ്റുകൾ നടത്തി വീണ്ടും അടുത്തൊരു ടെസ്റ്റിലേക്ക് കൂടെ വന്നേക്കുവാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടിൻഡറിന് ഞാൻ പരിചയപ്പെട്ട ഒരാൾ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റ് നമുക്ക് ഈ വീഡിയോയിലും കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ഡോർ ഓപ്പണിംഗ് ടെസ്റ്റ് ആണ്. ഒരു വണ്ടിയുമേ കയറുമ്പോൾ ആള് ഫസ്റ്റ് എനിക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തന്നിട്ട് ആളിനെ ഫസ്റ്റ് ഗേറ്റാണ് അവിടെ ഇരുന്ന്. അങ്ങനെ ആ ടെസ്റ്റ് പാസ്സായി. പിന്നെ ക്വാളിറ്റി ഓവർ കോസ്റ്റ് ടെസ്റ്റ് ആണ്. ആള് വില കുറഞ്ഞ ലോ ക്വാളിറ്റി സാധനം എനിക്ക് വേണ്ടി പിക്ക് ചെയ്യുമെന്നായിരുന്നു. പക്ഷെ അല്ല, ആള് വില കൂടിയ സാധനം പിക്ക് ചെയ്തു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. രണ്ടാമതും കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ ആളിനെ അതിന് തടഞ്ഞു. ആ ദേഷ്യത്തിന് ഞാൻ ആളെ ടെസ്റ്റ് ഫെയിൽഡ് ആക്കി വിട്ടതായിരുന്നു. പക്ഷെ ആൾക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് വേറെ ചോക്ലേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് അപ്രൂവ് ആക്കി വിട്ടു. ആളിനത് ഫീഡ് ചെയ്യിപ്പിച്ചു. ഒരു അൺഎക്സ്പെക്ടഡ് ടെസ്റ്റ് അവിടെ നടന്നു. നമുക്ക് അതിന്റെ ക്ലീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞു വിടാം, കുഴപ്പമില്ല. അത് ഫീഡിങ് ടെസ്റ്റ് ആയിട്ടാണ് പുള്ളി വിട്ടേക്കട്ടെ. തെറ്റിദ്ധരിക്കണ്ടാരും. അത് പിന്നെ ചെറുക്കൻ ഇത്രയും ചോക്ലേറ്റ് എല്ലാം മേടിച്ചു കൊടുത്ത് ചെറുക്കൻ എന്തെങ്കിലും ഒന്ന് മുതലാക്കണ്ടേ. വായിലേക്ക് ഒന്ന് കുത്തു കൊടുത്ത് അത്ര ചെറുക്കന് സന്തോഷം. അത് എന്നാത് പറയും, ഇതിനൊക്കെ എന്നാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കൂടിപ്പോകും. കാര്യം ഒരു ചെറുക്കൻ്റെ കൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണിക്കുന്ന കോലങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വീട്ടിലുള്ള ഇതൊക്കെ കാണത്തില്ല. അതോ ഇതൊക്കെ എന്തും കാണിച്ചത് ഇൻസ്റ്റയിൽ വന്നാണ് കേട്ടോ. പുള്ളിക്കാരുടെ ഇതിനകത്ത് തന്നെ വന്നാണ്. ഇതോടുകൂടി പുള്ളിക്കാരി വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ലാതെ ഇതായിട്ട് കിടന്നാണ് ഈ ഒരു വീഡിയോ നല്ലപോലെ കയറി പോയെന്ന് പറയുന്നുണ്ട്. ആ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിച്ച് പറയുന്നത് കേട്ട് പുള്ളിക്കാരുടെ ചാനൽ ഏതാണ്ട് പറ്റി എന്നും പറഞ്ഞുകൊണ്ട് അതും ഒന്ന് പറയുന്നത് കേട്ട്. ഈ ഒരു വീഡിയോ കയറി പോയതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും പറയുന്നുണ്ട്. എന്നതാണേലും ഒരു വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഇത് കാണുമെന്നോ അല്ലെ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് നാണക്കേടാവുമെന്നോ എന്നുള്ള ചിന്തയൊന്നും ഇല്ലാതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ലാസ്റ്റ് ചോക്ലേറ്റ് വായി വെച്ച് കൊടുത്തു, തൂത്ത് തുടച്ച് കൊടുത്തു. അത് ഹാപ്പിയായി, പുള്ളിക്കാരി ഹാപ്പിയായി, പുള്ളിക്കാരനെ ഹാപ്പി. അത് ഫീഡിങ് ടെസ്റ്റായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അല്ലാതെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ടിയിട്ട് ആരും അവരങ്ങനൊന്നുമല്ല വിചാരിച്ചേക്കുന്നത്. അവരത് ഫുഡ് വാരി കൊടുത്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു മൈൻഡ് ചെയ്ത് ചോക്ലേറ്റ് ചുണ്ടായിരുന്നു, അപ്പോൾ തൂത്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും ആരും ചിന്തിച്ച് കൂട്ടിയേക്കരുത്. അവർ മാന്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബൈറ്റ് ടെസ്റ്റ് ആണ്. ലാസ്റ്റ് ബൈറ്റ് ഫുഡ് ആൾ കഴിക്കും, ഞാൻ കഴിക്കുമെന്നായിരുന്നു. സർപ്രൈസിംഗിലെ പിന്നെയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ മീ ഓൾവേസ് ആണ്. ഏത് സിറ്റുവേഷനിലും ആളിന്റെ കൈ ഹോൾഡ് ചെയ്യുമെന്നാണ്. ഓഫ് കോഴ്സ് ആള് പല വഴിയും കണ്ടെത്തും എന്റെ കൈ ഹോൾഡ് ചെയ്യാൻ. പിന്നെ അവസാനം വീണ്ടും ഫുഡ് തന്നെ, വീണ്ടും ഫുഡ് കൊണ്ടുവന്നു. അത് അവൻ കഴിക്കുമോ ഇവക്ക് കൊടുക്കും എന്നുള്ളതിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിന് ഫുഡ് കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഫുഡ് കിട്ടാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ കുഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയേക്കുന്നത്. അല്ലാതെ ഇതിനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. പാവം പിടിച്ച കൊച്ച് ഫുഡ് കിട്ടാതെ ഈ ചെറുക്കം വന്ന് പെട്ടുപോയി. അവനിനി മേടിച്ച് കൊടുക്കാതിരിക്കാനും വയ്യ. മേടിച്ച് കൊടുത്തില്ലെങ്കിൽ നാണക്കേടല്ലേ. ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞ് വന്നതല്ലേ, പുള്ളിക്കാരുടെ അടുത്ത് ടെസ്റ്റിന് വന്നതല്ലേ. അതിനൊക്കെ വലിയ രസം. കൈ പിടിക്കാൻ നോക്കിയപ്പം കൊടുക്കാൻ പറ്റാത്തതിന് അവൻ പാൻറ്റിൻ്റെ പോക്കറ്റ് എടുത്ത് വിട്ടത്. എൻ്റെ ട്രൗസർ കീറി, ഇനി എൻ്റെ ഒന്നും ഇല്ലാന്നായിരിക്കും ഇവൻ ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷേ പുള്ളിക്കാരി അതും ഒരു കെയറിങ് ആയിട്ടാണ് കണ്ടത് കേട്ടോ. കൈ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് പാൻറ്റിൻ്റെ ആ ഒരു പോക്കറ്റ് വെളിയിലിട്ടിട്ട് അതിനകത്തോട്ട് പിടിച്ചോ എന്നുള്ളതാണ്. സാധാരണ ഇങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലും ചോദിക്കും, പോക്കറ്റ് എടുത്ത് ഊരി കാണിക്കുന്നതിന് ഇനി എൻ്റെ ഒന്നുമില്ല, എൻ്റെ ട്രൗസർ കീറി, എന്നെ ഇനി കൊല്ലരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതും പുള്ളിക്കാരി ഒരു ടെസ്റ്റ് ആയിട്ടാണ് എടുത്തത്, അല്ലാതെ അത് മനസ്സിലാക്കുകയല്ല ചെയ്തത്. പാവം ചെറുക്കൻ. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയുക, എൻ്റെ പൈസ ഇല്ലെന്ന് എങ്ങനെയാണ് പറയാം. ചെറുക്കൻ പാവമൊന്നും അല്ല, അത്ര പാവമൊന്നും അല്ല. നമുക്കിനി കാണാം ചെറുക്കൻ്റെ കാര്യങ്ങളൊക്കെ. നടന്നു. അതിന് കൈ പിടിച്ച് ഉമ്മ വെച്ച് എനിക്ക് ഉമ്മ വയ്ക്കാൻ വേണ്ടി തന്നു. അങ്ങനെ കിസ് ടെസ്റ്റും പാസ്സായി. പിന്നെ ക്ലോത്ത് കെയർ ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഡ്രസ്സ് മാറി കിടക്കുന്നത് ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ്. അഫ്കോഴ്സ് എന്നെ ആൾ കവർ ചെയ്യിപ്പിച്ചു. ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പൊ ഇവനൊരു ഡ്രസ്സ് എടുത്തു കൊടുത്ത് നമ്മൾ കണ്ടില്ലായിരുന്നു, ഒരു കറുപ്പും ചോപ്പും. അപ്പൊ അവിടെ അവൻ എന്നെ കൊണ്ട് മറയ്ക്കും. ഇത് കാലിൻ്റെ കൂടെ ഇച്ചിരി വന്നപ്പോഴത്തേക്ക് അവൻ മറച്ചു. ഇത് പുള്ളിക്കാരിക്ക് കെയർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടുകാർ കാണണ്ടാന്ന് ഓർത്ത് വേണേൽ മറച്ചിട്ടതായിരിക്കാം. പുള്ളിക്കാരി അത് അങ്ങനെ ആക്കി, കുഴപ്പമില്ല. പുള്ളിക്കാരുടെ ചിന്താഗതി അങ്ങനെ അങ്ങ് പോട്ടെ. അതിനേക്കാൾ വലിയ രസമെന്ന് പറഞ്ഞാൽ
കൈപിടിച്ച് ഉമ്മ കൊടുത്താണ്. കൈപിടിച്ച് ഉമ്മ കൊടുത്തു. ആദ്യം കയ്യിൽ ആദ്യമായിട്ട് തൊട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് നാണം വന്നായിരുന്നു. നാണം വന്നിട്ട് പുള്ളിക്കാരിക്ക് അങ്ങ് ഭയങ്കര ഒരു ലജ്ജയായിപ്പോയി. ലജ്ജാവതിയായിട്ട് പുള്ളിക്കാരി തിന്നു. ഇപ്പോൾ പുള്ളിക്കാരിക്ക് ലജ്ജയൊന്നുമില്ല. ഇപ്പം എക്സ്പീരിയൻസ് ആയി. കാര്യം ഇനിയിപ്പോൾ കയ്യിൽ അവനൊരു ഉമ്മ കൊടുത്തു, ഇനിയിപ്പോൾ തിരിച്ച് പുള്ളിക്കാരും കൊടുത്തില്ലെങ്കിൽ മോശമാകത്തില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹീസ് എ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ. ആള് ബോയ് ഫ്രണ്ട് ആക്കാൻ വേണ്ടി എല്ലാ ടെസ്റ്റും പാസ്സായി വന്നു. ഞാൻ ലിറ്ററലി ആള് പിന്നെ പ്രപ്പോസ് ചെയ്ത് ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ആള് മാത്രം എനിക്ക് ഓരോന്ന് മേടിച്ചു തരുന്നല്ലോ, ഞാൻ ആൾക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ല. പിന്നെ അടുത്ത മീറ്റിലേക്ക് ആൾക്കൊരു സർപ്രൈസ് ആയിട്ട് സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുവഴി ഞാൻ ഒരു ടെസ്റ്റും കൂടെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഗസ് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരനെ സെലക്ട് ചെയ്ത് കേട്ടോ. ലാസ്റ്റ് കെട്ടിപ്പിടുത്തം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം പുള്ളിക്കാരിക്ക് പുള്ളിക്കാരനെ സെലക്ട് ആയി. ഇവിടെ ഒന്നും തീർന്നിട്ടില്ല കേട്ടോ, ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. ഇത് ഈ സത്യം പറഞ്ഞ് ഈ ചെറുക്കം പെട്ടു പോയതായിരിക്കും ഒന്നെങ്കിൽ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത്രയൊക്കെ അവന് പൈസ കൊടുത്താൽ നടക്കുന്ന കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം പിരിയും ത്രെഡ് ചെയ്ത് എത്രമാത്രം വേദന എടുക്കും നമുക്കറിയാം അല്ലേ. ഞാൻ പലപ്പോഴും ഒക്കെ ത്രെഡ് ചെയ്യാറില്ല. കാര്യം എനിക്ക് വയ്യ, എൻ്റെ കണ്ണെല്ലാം കൂടെ നിറഞ്ഞ് മുഖം എല്ലാം വീങ്ങി വരും. അതുപോലാകും പിരിയും ത്രെഡ് ചെയ്താൽ. ഒന്നാമത് വല്ലപ്പോഴും ആയിരിക്കും പിരിയും ത്രെഡ് ചെയ്യുന്നത്. അപ്പം ഇതുവരെ പിരിയും ത്രെഡ് ചെയ്യാത്ത ഒരാൾക്ക് ആദ്യമായിട്ട് നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെയിൻ കുറഞ്ഞ് വരുന്നൊരു കാര്യം. ആ പെയിൻ നമ്മൾ അറിയുന്നില്ല എന്നുള്ള, പെയിൻ കുറയുന്നൊന്നുമല്ല, എപ്പോൾ എടുത്താലും ഓരോ ഇതാണ്, നമ്മുടെ ദേഹത്തുനിന്ന് ഓരോ രോമം വലിച്ചു പറിക്കുന്നതല്ലേ, അത് നല്ല വേദന തന്നെ ഉണ്ടാകും. അപ്പം ആദ്യമായിട്ട് പ്രത്യേകിച്ച് ഈ കട്ടിപ്പിരിയുള്ള ആമ്പിള്ളാരും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ, അത് പറിച്ചെടുക്കുമ്പോഴത്തേക്ക് അവർ സ്വർഗം കാണും. ഈ ചെറുക്കനെ കൊണ്ട് അതും ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഇവളുടെ ടെസ്റ്റാണത്. അത് ഇവള് ചെയ്യിപ്പിച്ച കൊച്ചിനെ കൊണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടിൻഡറിന് പരിചയപ്പെട്ട ബോയ് എന്നെ പ്രപ്പോസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ ഈ വീഡിയോയിൽ ഒരു അവസാന ടെസ്റ്റും കൂടെ നടത്തി പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിച്ചു. ആ ടെസ്റ്റാണ് പെയിൻ ടെസ്റ്റ്. ഞാൻ പെയിൻ ടെസ്റ്റ് നടത്താൻ വേണ്ടി ആളെ ത്രെഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ആളുടെ ഫസ്റ്റ് ടൈമാണ് ത്രെഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വേണ്ടി ആൾ എത്രത്തോളം വേദന സഹിക്കുമെന്നാണ് ഈ ടെസ്റ്റിനോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആളെ ത്രെഡ് ചെയ്തു. സംഭവമൊക്കെ വീർത്തിരിക്കുന്നു. സംഭവമൊക്കെ വീർത്തല്ല, പിരിയെല്ലാം വീർത്ത് തടിച്ച് വല്ലതായി. കാര്യം നമ്മൾ വെച്ചാൽ പിരിയും അതിനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു തടുപ്പ് പോലെ വരും. അതാ പെയിൻ്റെ ഇതിൻ്റെ അനുസരിച്ചിരിക്കും അത് പിരിയം തടിച്ച് വരുന്നത്. ആ ചെറുക്കൻ്റെ നോക്കിയാൽ പിരിയെല്ലാം കൂടെ തടിച്ച് അതിനെ. പക്ഷേ പുള്ളിക്കാർക്ക് ഇഷ്ടമായി കേട്ടോ പിരിയൊക്കെ എടുത്തപ്പോഴത്തേക്ക്. ശരിയാണ്, പിരിയൊക്കെ എടുത്തപ്പോൾ ഒരു ഷേപ്പൊക്കെ ആയി. എന്നാലും ആമ്പിള്ളേർ പിരി എടുക്കുമോ എനിക്കറിയില്ല, ഇനി ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ആമ്പിള്ളേർ സാധാരണ പിരി എടുക്കുന്ന കണ്ടിട്ടില്ല. അതും കഴിഞ്ഞ് നമ്മള് നേരെ തേരപ്പാരം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് കാറ്റ് കൊണ്ട് എന്റെ ഹെയർ ഒക്കെ ആകെ കൊളായി അഴിഞ്ഞു വീണു. അപ്പൊ ഞാൻ ആളോട് എന്റെ ഹെയർ കെട്ടി വെക്കാൻ പറഞ്ഞിരുന്നു. ആളങ്ങനെ എന്റെ ഹെയർ നല്ല വൃത്തിയായിട്ട് കെട്ടി വെച്ചു. ആൻഡ് ഓഫ് കോഴ്സ് ഹെയർ ടെസ്റ്റ് ഒക്കെ പാസ്സായി. ഹെയർ ടെസ്റ്റിന് 10 കൊടുത്തു കേട്ടോ. ഹെയർ കെട്ടി വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതായിരുന്നു ആ ടെസ്റ്റ്. ഇങ്ങനെയുള്ള ടെസ്റ്റൊക്കെയാണ് പുള്ളിക്കാർ ഫുൾ മാർക്ക് കൊടുക്കുന്നത്. ആ പിരി എടുത്തതിന് എത്ര കൊടുത്തെന്ന് നമ്മൾ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. നോക്കട്ടെ, വൃത്തിയായിട്ടുള്ളൂ 9.5 കൊടുത്തുള്ളൂ. അതിനൊക്കെയല്ലേ 10 കൊടുക്കേണ്ടത്. കാര്യം എത്രമാത്രം വേദന സഹിച്ചാണ് അതൊക്കെ. ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ ആ തലമണ്ടയ്ക്കകത്ത് എത്രമാത്രം ബോധം ഉണ്ടെന്ന് ചിന്തിച്ചാൽ മതി. കഷ്ടപ്പെട്ട ചെറുക്ക് ചെയ്യുന്നതിനല്ല 9.5 കൊടുക്കുള്ളൂ. ബാക്കി എല്ലാത്തിനൊക്കെ 10.10 കൊടുക്കാറുണ്ട്. അല്ല 10.10 10 കൊടുക്കാറുണ്ട്. എന്നാണേലും ചെറുക്കൻ്റെ പിരിയവും പറിച്ചെടുത്തു ചെറുക്കനെ ഈ ഒരു അവസ്ഥയിലാക്കി. പിന്നെ പെണ്ണിൻ്റെ മുടിയും കെട്ടി വെച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ചെറുക്കൻ പുള്ളിക്കാരിക്ക് സെറ്റായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറൈറ്റി ടെസ്റ്റ് പിടിച്ചു. എനിക്ക് വേണ്ടിയിട്ട് ആള് വേറെ ഗേൾസിനെ ഉപേക്ഷിക്കുമെന്നായിരുന്നു ടെസ്റ്റിനോട് ഞാൻ മീൻ ചെയ്ത്. ആളോട് ഞാൻ അൺഫോളോ ചെയ്യാൻ പറഞ്ഞു ഗേൾസിനെ. ആൾ ലിറ്ററലി ആളുടെ ഫോൺ എൻ്റെ തന്നെ എന്നോട് തന്നെ അൺഫോളോ അടിച്ചോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എല്ലാ ഗേൾസിനെയും ആളുടെ പ്രൊഫൈലിൽ നിന്ന് അൺഫോളോ അടിച്ചു. അങ്ങനെ ആ ടെസ്റ്റും ആള് പാസ്സായി. എനിക്ക് വേണ്ടി ആളെ എന്ത് വേണമെങ്കിലും ഉപേക്ഷിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതും കഴിഞ്ഞിട്ട് ഞാൻ ഗേൾ ഫ്രണ്ടിന് മറ്റ് ഫ്രണ്ട്സ് പെണ്ണുങ്ങളായിട്ടുള്ള പിള്ളേരെ എല്ലാം അൺഫോളോ ചെയ്യാനായിട്ട് കൊടുത്തു. ഇവള് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമേ തോന്നിയത് ഇത് എന്തോ ഒരു സൈക്കോയാന്ന് ഈ പെണ്ണ്. ഇപ്പോൾ അത് ഉറപ്പായി ഇത് സൈക്കോയാന്ന് പറയും. ഇവനെങ്ങാനും ഈ പെണ്ണിനെ കെട്ടിയാൽ പിന്നെ ഇവൻ്റെ ജീവിതം നോക്കണ്ട, അവൻ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വരത്തേ ഇല്ല. അത് മൊത്തം എടുത്ത് അവരെ മുഴുവൻ അൺഫോളോ ചെയ്ത്. ഇതൊക്കെയാണോ സ്നേഹം എന്ന് പറയുന്നത്? ഇതൊക്കെയാണോ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്? 10 മാർക്ക് അതിന് കൊടുത്തു കേട്ടോ. അതേക്കെല്ലാം കൊടുത്തത് നന്നായി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത്രയും അവൻ്റെ ഫ്രണ്ടായിട്ടിരുന്ന പെണ്ണുങ്ങളെല്ലാം അല്ലേ കളഞ്ഞത്. കൊക്കക്കോള കുടിച്ചത് എന്റെ മേത്ത് തുപ്പിയതല്ല, അറിയാണ്ട് പോയതാണ്. പക്ഷെ എനിക്കത് ഇഷ്ടമായി. കാരണം ആള് ട്രൂ ആയിട്ട് നിന്നു. ആള് കുറെ പാനിക്കായി. പക്ഷെ എന്നാലും ആളുടെ ട്രൂ സെൽഫ് എന്നോട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ട്രൂ സെൽഫ് ടെസ്റ്റും പാസ്സായി. ഞാൻ പിന്നെ കേക്ക് കഴിച്ചോണ്ടിരുന്നപ്പോൾ ആൾ ലിറ്ററൽ എന്റെ മുഖത്ത് പറ്റിയ കേക്ക് മാറ്റി. അങ്ങനെ ആ ക്ലീനിങ് ടെസ്റ്റും ആള് പാസ്സായി. ഓൾ ടുഗദർ ഞാൻ ആളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ ആളെ നൈസായിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. റിസൾട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇതിലും പ്രപ്പോസ് ചെയ്തില്ലേ? പ്രപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്. ലാസ്റ്റ് ഒരു കിസ്സൊക്കെ കൊടുത്തു. ഇനി ഒന്നും കൂടെ, ഇനി എന്നതാണോ ഇതിൽ കൂടുതൽ പ്രപ്പോസ് ചെയ്യേണ്ടത്? പുള്ളിക്കാരി കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. ഇത്രയും സംഭവങ്ങൾ നിങ്ങളിത് കണ്ടല്ലോ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പുള്ളിക്കാരി ഇതിനകത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരി ബോയ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നതാണ്. ഒരു ദിവസം ഇവർ ഒന്നിച്ച് നടന്ന് ഇങ്ങനെ ഒരു ദിവസമല്ല പല ദിവസങ്ങളിൽ നടന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇവൻ ടെസ്റ്റ് പാസ്സായത്. ടെസ്റ്റ് പാസ്സായി. ഇവർ തമ്മിൽ പിന്നെയും ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇത് മിസ്സായിപ്പോയി. ഇവരെവിടെ ഒരു അടുത്ത് നിൽക്കുമ്പോൾ വേറെ പയ്യൻ വന്നിച്ച് പുള്ളിക്കാരി സുന്ദരിയാന്ന് പറയുമ്പോൾ ഇവൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ദേഷ്യം വരുന്നുണ്ട്. ആ പയ്യൻ്റെ അടുത്ത് ദേഷ്യത്തോടു കൂടി നോക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ജെനുവിനായിരിക്കാം. പുള്ളിക്കാരിക്ക് വേണ്ടി എന്നും ഉപേക്ഷിക്കുമെന്ന് പുള്ളിക്കാരി തന്നെ പറഞ്ഞു. എന്നത് ഉപേക്ഷിക്കും പുള്ളിക്കാരിക്ക് വേണ്ടി. ഈ കണക്കാണെങ്കിൽ ഇതിനെയൊക്കെ കെട്ടി ഈ മുതലിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പം അമ്മയെ വേണ്ട, അമ്മയെ കളഞ്ഞേര്, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരെ കളഞ്ഞേക്കാൻ പറഞ്ഞാൽ അതും ഈ പൊട്ടം ചെയ്യുമോ?
ഇതൊക്കെ പൊട്ടനെന്നാണ് ഇവനെയൊക്കെ വിളിക്കേണ്ടത്. ഇതൊന്നുമല്ല ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന ബോയ് ഫ്രണ്ടിൻ്റെ സ്വഭാവം നോക്കേണ്ടത്. ഇപ്പം വല്ല ചിലവിന് തരുമോ, നമ്മളെ നല്ല രീതിക്ക് നോക്കുമോ, അതോ എന്നും വഴക്കും ബഹളമൊക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ ചുമ്മാ പിള്ളേരുകളിയായിട്ട് ഓരോ കോലം കെട്ടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇതൊന്നും കണ്ട് മറ്റുള്ളവർ മറ്റു കുട്ടികളൊന്നും ഇതൊന്നും പഠിക്കാതിരിക്കുക. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതൊന്നും നല്ല കാര്യങ്ങളല്ല, വെറുതെ ചീത്തപ്പേര് കേൾക്കാന്നേ ഉള്ളൂ. ഇതൊക്കെ ചുമ്മാ ഈ ചാനലിന് വേണ്ടി വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറക്കി തിരിച്ചേക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നിയതൊക്കെ. ഇതിൻ്റെ ശരിക്കുള്ളൊരു കാര്യം ഇതിനകത്ത് ഈ പയ്യൻ്റെ മുഖം കാണിച്ചിട്ടേ ഇല്ല. പക്ഷേ ഈ പയ്യൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് നമുക്ക് പാത്രം തൊട്ട് ഇവർ ഫുഡ് കഴിക്കുന്നില്ല. ഇതിനകത്ത് പറയുന്നത് തന്നെ ഈ പയ്യൻ ഫുഡ് കൊണ്ടുവന്നു എന്നല്ലേ പറഞ്ഞത്. ഫുഡ് കൊണ്ടുവന്നു കൊടുക്കുന്നു, അങ്ങനെ പുള്ളിക്കാരെ കെയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ പയ്യൻ പറയുന്നത് എന്നാന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. മീറ്റിങ്ങിന് പോകുമ്പോൾ എങ്ങനെ ചെലവ് ചുരുക്കാന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. നമുക്ക് മെയിനായിട്ട് ചെലവ് വരുന്നത് ഫുഡിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തോണ്ട് വരാൻ. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെലവ് കുറയ്ക്കാം. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കഴിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഒരാളോട് പറഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വരാൻ. പുള്ളിക്കാരി പറഞ്ഞു എന്നതാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫുഡ് കൊണ്ടുവന്നല്ലേ പറഞ്ഞത്. അതാണ് പറയുന്നത്. ഇതൊക്കെ ചാനലിന് വേണ്ടി കിടന്ന് കാണിക്കുന്നത്. ഇതൊക്കെ ഈ ഒരു വീഡിയോ കാണാത്തൊരു മറ്റേ കാര്യങ്ങൾ കാണിക്കുന്നത് മുഴുവൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഈ പയ്യൻ്റെ വീഡിയോ കാണാത്തത് അതേ ഫുഡ് അതേ കാര്യങ്ങൾ എല്ലാം അതേ ആൾ തന്നെ, കയ്യും വാച്ചും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആൾ സെയിം തന്നെയാണ്. അപ്പോൾ ഫുഡ് വാരി കൊടുക്കുകയാണ്, പുള്ളിക്കാരിക്ക് ഫുഡ് വാരി കൊടുക്കുന്നു. ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നാണ് പറഞ്ഞത്. അപ്പം ഹോസ്റ്റലിൽ നിന്ന് ഒന്നെങ്കിൽ ഇവളായിരിക്കും, ഇല്ലെങ്കിൽ ഈ ചെറുക്കനെ പരിചയമുള്ള ആരെങ്കിലും എന്നായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. എന്നാണേലും പുള്ളിക്കാരൻ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്ന് പ്രിയപ്പെട്ടവൾ കൊണ്ടുവന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഇരിക്കുന്ന ആൾ തന്നെയാണ് പ്രിയപ്പെട്ടവൾ. ബ്രെഡും അതേപോലെ മുട്ടക്കറിയുമാണ്. ഞാൻ വിചാരിച്ചത് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ ചെലവ് ഞങ്ങൾ ചുരുക്കി. ഞാൻ നോർമലി 4 മുട്ടയാണ് രാവിലെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശപ്പ് മാറി. അപ്പോൾ പെണ്ണിന് മാത്രമല്ല കേട്ടോ വാരി കൊടുത്തത്. നമ്മൾ തെറ്റിദ്ധരിച്ച് പാവം എല്ലാം തന്നെ തിന്നുവാണല്ലോ എന്ന് വിചാരിച്ച് ഇവനും വാരി കൊടുക്കുന്നുണ്ട്, ഇവനും കഴിക്കുന്നുണ്ട്. ഒരു പഴവും കൂടെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ മെട്രോ കയറി പോയത് ലുലു മാളിലേക്കാണ്. അവിടെ ആണെങ്കിൽ ഇതിനകത്തല്ലേ ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നുണ്ട്. ഏത്തപ്പഴത്തിന് 15 രൂപ. ഈ ഏത്തപ്പഴം കാണിക്കുന്നതിനകത്ത് ഞാൻ ചിന്തിച്ചായിരുന്നു. മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഏത്തപ്പഴം കാണിക്കുന്നുണ്ടായിരുന്നു, ഏത്തപ്പഴം തിന്നുന്നതും കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർത്ത് ഇതിന് ഏത്തപ്പഴം ഇങ്ങനെ കാണിക്കുന്നതെന്ന്. ഇവൻ ചിലവ് ചുരുക്കാൻ വേണ്ടി ഏത്തപ്പഴം മേടിച്ചതാണ്. അത് 15 രൂപയ്ക്ക് ഒരു ഏത്തപ്പഴം മേടിച്ച് 2 പേരും കൂടെ കഴിക്കുന്നത്. പുള്ളിക്കാരൻ മെടുക്കനാ. പുള്ളിക്കാരി മെട്രോ കയറ്റിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ പുള്ളി എല്ലാം ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടായിരുന്നു കാണിച്ചത്. ലുലു മാളിലേക്കാണ്. അവിടെ ആണെങ്കിൽ നമുക്ക് കാമായിട്ടിരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ കറങ്ങി നടക്കാനും സ്ഥലമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി കറങ്ങി അടിച്ച് നടന്നു. ട്രാവൽ ചെയ്യാനായിട്ട് മാക്സിമം മെട്രോ യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള സംഗതി. ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾക്ക് ലാഭം പിടിക്കാൻ പറ്റി. കാരണം എൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവൾ വീണ്ടും ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, വീണ്ടും പ്രിയപ്പെട്ടവൾ ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തപ്പോൾ ഇപ്പം വെച്ച് ഹോസ്റ്റലിൽ കണ്ട് നിൽക്കുന്നതാ. ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ടാണ് ഈ വന്നേക്കുന്നത്. വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോസ്റ്റലാകുമ്പോൾ പിന്നെ അവിടെ പറഞ്ഞ് രാവിലെ ഇറങ്ങിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ മതിയല്ലോ. ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവളെ ഇങ്ങനെ നുണ പറഞ്ഞൊരു വീഡിയോ ചെയ്യേണ്ടായിരുന്നു. നോൺ വെജ് ഐറ്റംസ് ഒന്നുമില്ല, അതുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉച്ചയ്ക്കത്തെ ഫുഡ് ലാഭം പിടിച്ചിട്ട് രാത്രി നല്ല. പക്ഷേ ഇവരൊരു വീഡിയോക്ക് അധികം കണ്ടായിരുന്നു. ഇവർ ഫുഡ് കഴിക്കുന്നതിന് ചിക്കൻ കറിയോ ഏതാണ്ട് ഇവർ പാഴ്സൽ പിടിക്കുന്നുണ്ട്. ഈ നോൺ വെജ് ആയതുകൊണ്ട്, അല്ല വെജിറ്റേറിയൻ ആയതുകൊണ്ട് നോൺ വെജ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ കറി മേടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പുള്ളി ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് അത് കാണിച്ചിട്ടില്ല. പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉച്ചയ്ക്കത്തെ ഫുഡ് ലാഭം പിടിച്ചിട്ട് രാത്രി നല്ല ഹെവി ആയിട്ട് നല്ല റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി പോയ കടയാണ് കുബാവ. അവിടെ ആണെങ്കിൽ നല്ല മന്തി കിട്ടുമെന്ന് പറഞ്ഞാണ് പോയത്. ഞങ്ങൾ മേടിച്ചത് ബീഫ് മന്തിയാണ്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബീഫിൻ്റെ കുഴിമന്തി കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ ബീഫ് ഭയങ്കര സോഫ്റ്റും അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ലാഭം പിടിക്കാൻ പറ്റുന്നത് നമ്മളെ അറിയുന്ന, നമ്മളെ കുറച്ച് മനസ്സിലാക്കുന്ന ഒരാളുമായിട്ട് ഇങ്ങനെയൊക്കെ ലാഭം പിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാത്തവരോടല്ല ഇങ്ങനെ ലാഭം പിടിക്കാൻ പറ്റത്തില്ല. സോ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം സോ വേറൊന്നും വിചാരിക്കരുത്. സോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ. എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് എടുത്തേക്കുന്ന വീഡിയോ ആണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. പുള്ളിക്കാരന് ടോട്ടലി 881 രൂപയാണ് അയക്കുന്നതെന്ന് കാണിച്ചേക്കുന്നത്. അത്രേ പുള്ളിക്കാരനായിട്ടുള്ളൂ. പക്ഷെങ്കിൽ നമ്മളല്ലാതെ ആ വീഡിയോ കണ്ടതിനകത്ത് അതിൽ കൂടുതൽ പൈസ ആയിട്ടുണ്ടല്ലോ. ഡ്രസ്സിന് തന്നെ അത്രയും ആകുന്നില്ലേ? പിന്നെ ബാക്കി എന്നതെല്ലാം കാര്യങ്ങൾക്ക് ചിലവാകുന്നു. എന്തോരം പൈസ ഇതിനകത്താകുന്നു. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ രൂപം എന്നുള്ളത്. ഈ പയ്യൻ ഈ ഒരു മൈൻഡിലാണ് ഈ ഒരു വീഡിയോ കാണിച്ചേക്കുന്നത്. പുള്ളിക്കാരുടെ ബോയ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനിയുണ്ട് ഇവർ തമ്മിൽ ഇനിയും വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. ഇനി ആ പയ്യൻ വരുവാണെങ്കിൽ വീടിൻ്റെ ആധാരം കൂടെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാര്യം ഇപ്പം 1 ആയി 2 ആയി 3 ആയി 3 പ്രാവശ്യമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പോക്കറ്റ് ശരിക്കും കീറിയെന്ന് പുള്ളിക്കാരൻ എടുത്ത് കാണിച്ച്. എന്നിട്ടും പെണ്ണിന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇവൻ പറയുന്നത് ഇതെല്ലാം ഒന്ന് ഒരുപാട് പൈസ ചിലവാക്കാതെ ഒരു ദിവസം എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ ഇറങ്ങിക്കുന്നതാണ് അതിൻ്റെ ഒരു ഇതായിട്ട്. പക്ഷേ ഈ പുള്ളിക്കാർ പറയുന്നത് ബോയ് ഫ്രണ്ടിനെ ടെസ്റ്റ് ചെയ്യുകയാണ്. ബോയ് ഫ്രണ്ട് കൊള്ളാമോ ഇല്ലയോ, നല്ല ബോയ് ഫ്രണ്ട് ആണോ എന്നുള്ളത് നോക്കാമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് കാണിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ട് ഇതുപോലൊക്കെ കുറേ പിള്ളേരൊക്കെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കും. ബോയ് ഫ്രണ്ട് ഇങ്ങനെയൊക്കെയുള്ളതൊക്കെയാണ് ചെന്ന് ഏതെങ്കിലുമൊക്കെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചാനലിനകത്ത് കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരാൾക്ക് ഇത് കാണുമ്പോൾ ഒരു രസമായിട്ട് തോന്നും. കാര്യം ഇപ്പോഴത്തെ തലമുറയുള്ളതിന് കാണുന്നതെല്ലാം രസങ്ങളാണ്, അല്ലാതെ അതിനെപ്പറ്റി ഒരു ചിന്തയില്ല. എന്നതാണ് ഒരു കാര്യം എന്നുള്ള ചിന്തയില്ല. ഇതിൻ്റെയൊക്കെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ
ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ കിടന്ന് കാണിക്കത്തില്ല. ഇല്ലെങ്കിൽ ആ വീട്ടുകാർ അത്രയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഈ പെൺകൊച്ചിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നുള്ളൂ. എന്നേതെങ്കിലും ആയി പോട്ടെ എന്ന് പറഞ്ഞ് ചില ഫാമിലീസ് ഇങ്ങനെ അങ്ങ് വിട്ടേക്കും. അങ്ങനെയായിരിക്കാം. എന്നതാണേലും ഈ കാണിച്ച് കൂട്ടുന്ന കാര്യങ്ങളൊന്നും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. ചിലപ്പോൾ പറയുമായിരിക്കും പുതിയ തലമുറയാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുമായിരിക്കും. ഇങ്ങനെയുള്ള പുതിയ തലമുറയിലുള്ളവർക്കാണ് പല പ്രശ്നങ്ങളും പിന്നീട് നമ്മൾ കാണുന്നത്. പല പ്രശ്നങ്ങളും ഈ ഓരോ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ എടുത്തിങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ആദ്യത്തെ ടെസ്റ്റിനത് അറിയാതെ കയ്യിൽ നിന്ന് തൊട്ടതേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരി കൈമാറ്റി, വീണ്ടും ആ കൈ കൊണ്ടുവന്ന് പിടിച്ചു, വീണ്ടും കൈവരി, വീണ്ടും കൈ കൊണ്ടുവന്ന് പിടിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് നാണം വന്നു ടച്ച് ചെയ്തപ്പോഴത്തേക്ക്. പിന്നത്തെ പ്രാവശ്യം കൈ നാണമൊന്നും ഇല്ലായിരുന്നു. അവൻ കൈ പിടിച്ച് കിസ് കൊടുത്തു, പുള്ളിക്കാരിയും തിരിച്ചു കൊടുത്തു. അത് കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഓരോ പ്രാവശ്യം നാണോ മാനോ എല്ലാം മാറി മാറി ഇതെല്ലാം വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ ഒരു ദിവസം എനിക്ക് കേൾക്കാം, അവൻ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലായിരുന്നു പോയത്, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചായിരുന്നു പോയെന്ന് പറഞ്ഞ് അടുത്ത കരഞ്ഞ് പിഴിഞ്ഞും വരുന്ന കാണാം. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇത് സത്യം പറഞ്ഞൊരു ഫണ്ണായിട്ട് ഞാൻ എടുത്താണ്. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ഓരോന്നും കാണിക്കുന്ന കണ്ട് മറ്റുള്ളവർ അതിലേക്ക് പോകാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാലും ഏട്ടായുടെ ട്രൗസർ കീറിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞേച്ച് ഇനി ഏട്ടായിയെ കൊണ്ട് ഇനിയും പോകുന്നുണ്ട്. ശരിക്കും പുള്ളിക്കാരിക്ക് ഇഷ്ടമാണെന്നൊന്ന് പറയാനായിട്ട് ഓരോ പ്രാവശ്യം പോയി ടെസ്റ്റുകൾ നടത്തി ലാസ്റ്റ് ഇനി പറയാൻ പോവാണ്. ആദ്യം പറഞ്ഞു ഈ ബോയ് ഫ്രണ്ട് പുള്ളിക്കാരി പ്രപ്പോസ് ചെയ്തെന്നാണ് പറഞ്ഞത്. അത് എന്നിട്ട് തീർന്നിട്ടില്ല. പിന്നെ പുള്ളിക്കാരി പോയി പ്രപ്പോസ് ചെയ്യേണ്ടത്. അന്നും പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റിയില്ല. പുള്ളിക്കാരി അത്രയും നേരം നടന്ന് കയ്യിൽ ഉമ്മ കൊടുത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരപ്പച്ചെന്നൊരു ഫുഡടിയുണ്ട്. അത് കുഴപ്പമില്ല, നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. അത് മാത്രം നടക്കുന്നുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ പുള്ളിക്കാരൻ്റെ കൂടെ പോകുന്നു. ഇങ്ങനെയുള്ള ഈ ആപ്പുകളെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആപ്പ്, അങ്ങനെ ഒരുപാട് ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്ടൊക്കെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ ഓരോ ആപ്പിനകത്തുനിന്നും ഓരോന്നിനെ പിടിച്ചുകൊണ്ട് വന്നിച്ച് വലിയൊരു ആപ്പിലേക്ക് ചെന്ന് ചാടും. നല്ലൊരു ആപ്പ് കിട്ടി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അയ്യോ പൊത്തോന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് നടക്കലേ കാണുള്ളൂ. പിന്നീട് അത് കേസായി വഴക്കായി വീണ്ടും അതിനേക്കാൾ നാട്ട കേസ് കേട്ടുള്ളൂ. അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ചിലതൊക്കെ ഉണ്ട് നല്ലതായിട്ട് വന്നത്. പക്ഷേ ഇതിനെയൊക്കെ ഇങ്ങനെ എല്ലാം എൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോവാ, എൻ്റെ ഇഷ്ടം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് ആദ്യമേ കൊണ്ട് നടക്കുന്നതൊക്കെ കുറേ കഴിയുമ്പോഴത്തേക്ക് വീട്ടുകാരെ ഉപേക്ഷിക്കേണ്ടി വരും, നാട്ടുകാരെ ഉപേക്ഷിക്കേണ്ടി വരും, സ്വന്തമായിട്ടൊരു നിലവാരം ഇല്ലാതായി പോകും, ഒരു തീരുമാനമില്ലാതായി പോകും. ഇതൊന്നുമല്ല ജീവിതം എന്ന് പറയുന്നത്, ഇതൊന്നുമല്ല ഒരു സ്നേഹം എന്ന് പറയുന്നത്, ഇതൊന്നുമല്ലൊരു ജീവിതം എന്ന് പറയുന്നത്, ഇതൊന്നുമല്ലൊരു സ്നേഹം എന്ന് പറയുന്നത്. ജീവിതവും ഈ കാണിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒരു മതിലിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചേക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് മറ്റൊന്നാണ്, സ്നേഹം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഈ സ്നേഹമല്ല, ഈ കാണിച്ചേക്കുന്ന കോലം കെട്ടൽ ഇത് മറ്റൊന്നാണ്. സ്നേഹവും ജീവിതമൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേങ്കിൽ ഈ കാണിച്ചേക്കുന്നത് ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. ശരിക്കുമുള്ള ജീവിതമല്ല ഇത്. ഇത് ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കാണിച്ചു കൊണ്ടിരിക്കുന്ന കോലമാണ്. എന്നാണ് ഇത് കണ്ടപ്പോഴത്തേക്കൊന്ന് റിയാക്ട് ചെയ്യണത്. കുറേ പേര് റിയാക്ട് ചെയ്തായിരുന്നു. പക്ഷേ എനിക്കൊന്ന് മനുവിൻ്റെ ചാനലത്ര മാത്രമുള്ളൂ തോന്നി. ഇപ്പോൾ പയ്യൻ്റെ കാര്യവും വന്നിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഈ പെണ്ണിൻ്റെ കാര്യങ്ങൾ മാത്രം എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതുകൂടെ ഒന്ന് കാണിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. പിരിയം ത്രെഡ് ചെയ്യുക എന്നതൊക്കെയാണോ എൻ്റെ ദൈവമേ. എന്നാണേലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാവുന്നേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.